ആന വരുത്തിയ നാശനഷ്ടങ്ങൾക്ക് ആഴ്ചകൾ പിന്നിട്ടിട്ടും നഷ്ടപരിഹാരം ലഭ്യമാകാതെ തൃശൂരിലെ വാഹന വീട്ടുടമകൾ. വാഹനങ്ങൾ തകർക്കപ്പെട്ടതോടെ ചിലരുടെ ജോലി തന്നെ പ്രതിസന്ധിയിലുമായി. കഴിഞ്ഞ മെയ് 23-നാണ് തൃശൂർ ഗാന്ധിനഗറിൽ ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന കൊമ്പൻ ഇടഞ്ഞോടിയത്. തേക്കിൻകാട് മൈതാനത്ത് നിന്ന് ആരംഭിച്ച കൊമ്പന്റെ ഓട്ടം കിലോമീറ്ററുകൾ താണ്ടി ഗാന്ധിനഗറിലാണ് അവസാനിച്ചത്. ഇതിനിടയിൽ കണ്ണിൽ കണ്ട ഓട്ടോറിക്ഷയും കാറുകളും ഇരുചക്രവാഹനങ്ങളും ഇവൻ കുത്തിയും ആക്രമിച്ചും തകർത്തു. കൂടാതെ പരാക്രമത്തിൽ വിവിധ വീടുകളുടെ ഷീറ്റ് മേൽക്കൂരകളും മതിലുകളും വീട്ടുപകരണങ്ങളും നശിച്ചു. സംഭവം നടന്ന് 1 മാസമാകുമ്പോഴും നഷ്ടപരിഹാരം സംബന്ധിച്ച കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. ആയിരങ്ങൾ മുതൽ 3.5 ലക്ഷം രൂപ വരെയാണ് തകർക്കപ്പെട്ട കാർ ഉൾപ്പെടെയുള്ള പല വാഹനങ്ങളും നന്നാക്കിയെടുക്കാൻ വർക്ക്ഷോപ്പുകാർ കണക്കാക്കിയ നിരക്ക്. എന്നാൽ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. പെയിന്റിംഗ് തൊഴിലാളികളുടെ 7ഓളം ഇരുചക്ര വാഹനങ്ങളാണ് കൊമ്പൻ നശിപ്പിച്ചത്. സുസുക്കി എക്സസ് അതിന്റെ ഫ്രണ്ട് വശം മൊത്തം പോയിട്ടുണ്ട്. വർക്ക്ഷോപ്പിൽ 10-25 രൂപയുടെ അടുത്ത് വരും. അപ്പൊ അവര് വന്ന് നോക്കിയിട്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞത്. ഇവരെ വന്നിട്ടില്ല അവര്. ഇതിൽ പുതിയ വാഹനങ്ങളുമുണ്ട്. ബുള്ളറ്റ്, ടാങ്കും ഹാൻഡിലും പിന്നെ ചേസ് ബെൻഡായിട്ടുണ്ട്. കാർബേറ്ററിന്റെ സെക്ഷൻ കംപ്ലീറ്റ് പൊളിച്ചിട്ടുണ്ട്. ഹാൻഡിൽ ആകെ വളച്ചിട്ടുണ്ട്. അവര് വന്ന് കണ്ടാലേ നമുക്ക് പണിയാൻ പറ്റുള്ളൂ. അത് കാരണം ചിലത് നന്നാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലും. ഇതോടെ തൊഴിലിടങ്ങളിൽ എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥിതിയാണ്. വണ്ടി ആകെ ഉണ്ടമായിരിക്കും. അതൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞവര് വന്ന് നോക്കിയിട്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞിരുന്നത്. ഇത്ര പറഞ്ഞിട്ടുള്ളവര് പണിക്ക് പോകാൻ വേണ്ടി പണിക്കുള്ള വണ്ടിയില്ല. ഒരു വണ്ടി വേണം. അതാണ് എന്റെ പ്രധാനം. പൂർണ്ണ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത വാഹനങ്ങൾക്ക് നാശത്തിനൊത്ത നഷ്ടപരിഹാരവും ലഭ്യമാകാത്ത അവസ്ഥയും. വീട്ടുമതിലും ഇതിനോട് ചേർന്ന ഫ്ലോർ മിൽ ഷെഡും ഉൾപ്പെടെ നശിച്ച അജിത് കുമാറിനാണ് വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നത്. ഇൻഷുറൻസ് പരിരക്ഷയ്ക്കായി പലതും തകർന്ന പാടെ കിടക്കുകയാണ്. പൈപ്പ് ലൈനുകൾ പൊട്ടിയിട്ടുണ്ട്, നന്നാക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ അതുവരെ അവിടെ ക്ലോസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗത്താണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ അതിനുള്ളിൽ ഒരു ചെറിയ ബിസിനസ് മില്ല്, ഫ്ലവർ മില്ലുണ്ട്. അതും ഇപ്പോൾ പ്രവർത്തിക്കാൻ പറ്റാത്ത കാരണം ഫ്രണ്ടിലത്തെ ട്രസ് മുഴുവൻ ആന വലിച്ചു കൊണ്ടുപോയല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വലിയ മഴയൊക്കെ വന്ന ഉള്ളിലേക്ക് മോട്ടർ 10 HP മോട്ടറൊക്കെ ഉള്ളത് അതൊക്കെ നാശമാവും. അപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടിലാണ്. ഇതെങ്ങനെയാലും ഒന്ന് നമുക്കിത് മാറ്റാനുള്ള ഒരു സൗകര്യങ്ങളും ചെയ്തു തരാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്തെങ്കിൽ നന്നായിരുന്നു. ആന ഉടമയുടെ ഭാഗത്തു നിന്നും വ്യക്തമായ അറിയിപ്പോ കാര്യങ്ങളോ ലഭിക്കാത്തതും നഷ്ടം നേരിട്ടവരിൽ ആശങ്ക ഉണർത്തുന്നുണ്ട്. അതേസമയം MLAയുടെ നേതൃത്വത്തിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നാശനഷ്ടം നേരിട്ടവരെയും ആന ഉടമയെയും ചേർത്ത് പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. TCV തൃശൂർ.